ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബിനു ആൻഡ് നിധി, ടൊറന്റോ, കാനഡ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സമയമൊരുക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നാം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവം നമ്മളെ അനുനിമിഷം കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വാത്സല്യങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പലപ്പോഴും ആത്മീയയാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളുടെ ചോദ്യചിഹ്നമായിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞ് സ്തുതി അവസാനിപ്പിക്കുകയല്ല, ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഓരോ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ആ പകൽക്കാലം ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം. പക്ഷേ പലപ്പോഴും ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കായിട്ടും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പകലിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും എനിക്കുള്ളത് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ അതിലുപരിയായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക ദൈവസന്നിധിയിൽ സമർപ്പിച്ച് രാവിലെ ഉണരും. അത് ഉണർന്ന ഒരു പട്ടിക സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകും. രാത്രി മടങ്ങി വന്ന് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങും. അതല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. യഹോവ സ്തുതികളിൽ ഏറ്റവും പ്രസാദിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ദൂത് നൽകുന്നതാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ സ്തോത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെയുമേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളായിരുന്ന സ്ഥാനങ്ങൾ, ഇടപെട്ടിരുന്ന സാഹചര്യങ്ങളിൽ ഓരോ നിമിഷവും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടുവന്ന ആരോഗ്യത്തായിട്ടും കൃപയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. സൗഖ്യമില്ലാത്ത സ്ഥാനത്ത് സൗഖ്യം നൽകി അടിയനെ ഇവിടെ നിർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വലുത്! അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഈ രാത്രി ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പങ്കെടുക്കുന്ന ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ കോവിഡ് മഹാമാരിയുടെ നടുവിൽ ഞങ്ങളെ ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ച് ഉള്ളം കയ്യിൽ പരിപാലിക്കുന്ന അവിടുത്തെ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. നീ ഞങ്ങൾക്ക് തീമതിലായി ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇതിനകത്ത് ഞങ്ങളോട് ദൈവമായിട്ട് ഇടപെടണമേ. ഞങ്ങളുടെ വഴികളൊക്കെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മമായി പന്തക്കോണം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കോവിഡിൻ്റെ മഹാമാരി മൂലം വീണ്ടും ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പല രാജ്യങ്ങളും കടന്നു പോകുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. കോവിഡിൻ്റേതായിട്ടുള്ള ആക്രമണത്തിന് അയവ് വരുത്തിയെന്ന് ധരിച്ചുകൊണ്ട് പല നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചിട്ടും ഇന്ന് വീണ്ടും അവയെ വീണ്ടും ആശ്രയിക്കുവാൻ തക്കവണ്ണം ലോകരാഷ്ട്രങ്ങൾ നിർബന്ധിതമാവുകയാണ്. വാക്സിനേഷൻ വർദ്ധിപ്പിച്ചിട്ടും അതിൻ്റെ കെടുതി തീരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികമായി പ്രാർത്ഥിക്കുവാനുള്ളത് ഇതിൻ്റെ മൂന്നാം തരംഗ വ്യാപനം തടയണം എന്നുള്ളതാണ്. കാരണം മറ്റ് രണ്ട് തരംഗങ്ങളെക്കാളും അതിവേഗം പടരുന്നതും അതിശീഘ്രം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ മൂന്നാം തരംഗത്തിലുള്ള കോവിഡ് വൈറസ്. അതിൻ്റെ ശക്തി അത്രമാത്രമാണ്. കാരണം കോവിഡ് വാക്സിൻ എടുത്തവർക്ക് പോലും ഇത് വരുന്നു. അത് ഒരു ശുഭകരമായ സൂചനയല്ല. അതുകൊണ്ട് അനേകർ ഇന്ന് വാക്സിൻ എടുത്തു, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മളെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാരും മറക്കരുത്. കൂടുതൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകണം. ദൈവമാണ് നമ്മളെ വിടുവിക്കേണ്ടത്.
അപ്പോൾ എനിക്ക് പ്രെയർ സോണിൽ ലഭിക്കുന്ന അതേ പ്രെയർ റിക്വസ്റ്റിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഉള്ള പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, ഏതെല്ലാം തലങ്ങളിലുള്ളവരാണുള്ളത്, ഏതെല്ലാം തലങ്ങളിലാണ് അവൻ ആക്രമിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയൊക്കെയും പ്രതിദിനം നടക്കുന്ന നമ്മുടെ 35 പ്രാർത്ഥനാ ക്രൂസൈഡിൽ വിശദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലഭിക്കുന്ന ഈ സമയത്ത് ആ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ദൂതുകൾ നൽകുവാൻ സമയമില്ലാതെയാകും. അതുകൊണ്ടാണ് അത് അവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാത്തത്. അപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിൽ മുൻപോട്ട് പോകുന്നത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലഭിക്കുന്ന പ്രെയർ റിക്വസ്റ്റുകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു 12കാരി വിളിച്ചു പറയുകയാണ്, ഈ കോവിഡിൻ്റെ രോഗം വന്ന ശേഷം അരയ്ക്ക് കീമുറി തളർന്നുപോയി. പ്രത്യാഘാതമാണ്, അതിൻ്റെ പാർശ്വഫലമാണ്. മറ്റൊരാളുടെ കൈ പൊങ്ങുന്നില്ല. ഏതെല്ലാം രീതിയിലുള്ള പാർശ്വഫലങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലോ രീതിയിലുള്ള പാർശ്വഫലങ്ങളല്ല. മറ്റൊരാൾ എടുത്തു കഴിഞ്ഞപ്പോൾ അൺകോൺഷ്യസ് ആയി പോവുകയാണ്. സോ ദോ വാക്സിൻസ് ആർ ഗിവൻ, ദ അറ്റാക്സ് ആർ കണ്ടിന്യൂയിങ്. ആൻഡ് എസ്പെഷ്യലി the third wave is very dangerous. So we cannot be relaxing about this. We need to pray more and more. The Lord who had protected it for the last 20 months or so should act for us. And for that, as the virus is increasing its strength and attacks, we need to attack him with our prayers. That is something which the Christians are failing to do. I must admit that. അവൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ വേരിയൻസ് ഒന്ന് കഴിഞ്ഞപ്പോൾ 2, 2 കഴിഞ്ഞ് 3 ഉണ്ടാകുമ്പോൾ അതിന് തക്കവണ്ണം പ്രാർത്ഥനയുടെ ഗതിമാറ്റി വിട്ടുകൊണ്ട് അവരെ നേരിടുവാൻ തക്കവണ്ണമുള്ള സന്നാഹങ്ങൾ ഒരുക്കുവാൻ ക്രൈസ്തവ ശുശ്രൂഷകൾക്കോ സഭകൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്രകാരം ഒരു പ്രതികരണം നമ്മളിൽ നിന്നുണ്ടാകുന്നില്ലെങ്കിൽ അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. മറ്റ് സഹോദരി മതങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുമ്പോൾ അവൻ പുതിയ തരംഗങ്ങളോട് മുൻപോട്ട് വരുമ്പോൾ അതിനെ ചെറുക്കുവാൻ തക്കവണ്ണം നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനാ തരംഗങ്ങളും ഉയരണം. പ്രാർത്ഥനയുടെ തവണകൾ കൂടണം, പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടണം, പ്രാർത്ഥനയുടെ രീതികൾ മാറണം. ഇതിന് വാസ്തവമായിട്ട് ക്രൈസ്തവ സമൂഹം ഉണർന്നേ മതിയാകത്തുള്ളൂ. ക്രൈസ്തവ സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ സഭകളും ശുശ്രൂഷകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എപ്പേർപ്പെട്ടവരും ഉണർന്നേ മതിയാകും. ഒരാളെ പ്രത്യേകമായിട്ട് കുറ്റം പറയുവാൻ സാധ്യമല്ല. അപ്രകാരം ഉണരുന്നില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലം ഭയാനകമായിരിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിന് വേണ്ടി അവനെ കീഴടക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗോന്നതങ്ങളിലേക്ക് അപ്രകാരം ഉയർന്നേ മതിയാകും. യഹോവ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും, പുക പോലെ ചിതറിപ്പോകും. അതെ, സാത്താൻ്റെ വലിയ ആയുധമായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. കാരണം അവന് പ്രാർത്ഥനകളെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു, ആരാധനകൾ മുടക്കി കളഞ്ഞു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും ആരാധനകൾ മുടക്കുവാൻ ഉപയുക്തമാക്കിയ ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധവും ഏറ്റവും പ്രായോഗികമായ ആയുധവുമായിരുന്നു കോവിഡ്. അത് ഒരു മതത്തിൻ്റെ ആരാധനയല്ല, ഭൂമിയിലുള്ള സർവ്വമതങ്ങളുടെയും ആരാധന അവൻ മുടക്കിക്കളഞ്ഞു. ആരാധനകൾ മുടങ്ങുമ്പോൾ, ദേവാലയങ്ങൾ അടച്ചിടുമ്പോൾ ആരാധനകൾ മുടങ്ങും. ആരാധനകൾ മുടങ്ങുമ്പോൾ പ്രാർത്ഥനകൾ മുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നിലവിളി കുറഞ്ഞു പോകും. അവന് ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥന കുറയുന്നിടത്ത് അവന് പ്രബലതയോടെ പ്രവർത്തിക്കുവാൻ കഴിയും. ഇതാണ് അതിൻ്റെ മെക്കാനിസം. അതുകൊണ്ട് അവൻ ശക്തനായി 3ാം തരംഗവുമായിട്ട് കടന്നു വരുമ്പോൾ അവനെ തോൽപ്പിക്കുവാൻ തക്കതിനുവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം. ആ പ്രവർത്തനം പ്രാർത്ഥനയാണ്. വാക്സിൻ എടുത്തുകൊള്ളട്ടെ, മറ്റ് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊള്ളട്ടെ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യു ക്യാൻ ഗോ ഫോർ ദ വാക്സിനേഷൻ, ഓൾ ദാറ്റ്. ബട്ട് അബവ് ഓൾ ദാറ്റ്, we need to increase the intensity of our prayers. That's what is most required. We need to pray more. We need to increase the frequency of our prayers. We need to increase the duration of our prayers. We have to conquer it only by prayers.
I don't say that you don't have to take medicine or you don't have to take any precaution. You need to take medicines. Medications are required. You need to take the precautions. They are required. Mask should be there. All the precautions should be there. But in spite of all this, he keeps on attacking and he is victorious. So, above all this, what we need is the powerful weapon of prayer. And those who pray is protected. Prayer is power. We have been praying for the last 20 months. We have been having this COVID prayer. And all those who are attending these prayers are safely guarded by the Almighty God. Praise the Lord. Praise the Lord, I say again, I say praise the Lord. Though the people are not aware of it or cautious about it, in our own humble way, we have been uplifting all those who are attending these meetings before the Almighty God. And in His compassion, He has been protecting us. Let us praise Him for that. We need to praise Him more and more for His protections. And we need to pray more and more that He protects us. And not only protect us, we need to conquer Him. So, it doesn't mean that nobody had any attack of COVID. Definitely there were attacks. Even my own son had to face a severe attack of COVID. But the Lord was protecting. He was our shield. He was our wall of fire. So it's not that nobody had COVID. All those who went for COVID prayer meetings never had. Many had. But it's a minute fraction and whom God had protected. So, we need to pray more. We need to thank God more. Every moment, every prayer, we have to thank Him for protecting us. Thank God for being with us, for enabling us to praise Him at that very moment also. That is absolutely necessary. We have to pray for all those who are critical, those who are in ventilators. So many are in ventilators. We receive a lot of mercy calls. So let us pray for all of them. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ക്യാൻസർ രോഗികളുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത ഈ കോവിഡിൻ്റെ നടുവിൽ ജോലിയില്ലാതെ നട്ടം തിരിയുന്ന സഹോദരങ്ങളുണ്ട്, ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാൽ വലയുന്നവർ ജോലിയില്ലാതെ വരുമ്പോൾ കടം വാങ്ങും. അതേ പല വിധത്തിലുള്ള ഇടപാടുകളാണ് കടക്കാർ മുന്നോട്ട് പോകാൻ മാർഗമില്ലാതെ പണയമൊക്കെയും മറ്റൊക്കെ ചെയ്ത് അവസാനം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സങ്കടത്തോടെ കരയുന്ന അനേകരുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷകൾ എഴുതേണ്ടവരുണ്ട്, അഡ്മിഷൻ ലഭിക്കേണ്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ സ്വർഗോന്നതകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ദമ്പതികളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ജീവിതം മുരടിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മദ്യപാനത്താൽ കുടുംബജീവിതങ്ങൾ തകരുന്ന അവസ്ഥയിലായിരിക്കുന്ന അനേക ഗൃഹനാഥന്മാരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവരെയൊക്കെ ഒരു വാക്കോർത്ത് പ്രാർത്ഥിക്കണം. പേരുന്നാൾ എഴുതേണ്ട കാര്യമില്ല. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ അധഭാഗ്യരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഈ ലിസ്റ്റുണ്ട്, അവനവരെ സന്ദർശിച്ചുകൊള്ളും, അവൻ ഇടപെട്ടുകൊള്ളും, ഒരു സംശയവും വേണ്ട. പക്ഷെ അപ്രകാരം പ്രാർത്ഥിക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള പ്രാർത്ഥനയല്ല ആവശ്യം. അനേകരെ വഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം പറയാൻ കഴിയണം. അപ്പോഴാണ് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്. നമ്മുടെ തലകളെ വണക്കാം. പ്രാർത്ഥനയോട് നമുക്ക് ആരംഭിക്കാം. തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നവാവ നിപ്പതേളുതല്ല എനിക്ക്, മന്നവാവ നിപ്പതേളുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, ക്ഷോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ക്ഷോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ആണിപ്പഴുതുള്ള
പാണികളാലേ അണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചാനുഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചാനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, വീണ്ടും അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനും അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് അങ്ങേ സ്തോത്രം ചെയ്യുവാനും സഹായിച്ചിരിക്കുന്ന വലിയൊരു സന്ദർഭത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും കോടാനും കൂടി സ്തോത്രം. കർത്താവെ, ഭീകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മൂന്നാം തരംഗം അനേകരെ കർത്താവ് ത്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയങ്ങളെ ഞങ്ങളുടെ ഉള്ളങ്കയിൽ സൂക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ കാത്തു സൂക്ഷിക്കണം. ലോകത്തെ തന്നെ കർത്താവെ ആ വലിയ കെടുതിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഓർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ കർത്താവെ. അതേ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികളെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ ജോലിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളാൽ മുൻപോട്ട് നിവൃത്തിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മദ്യപാന്മാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, നീ എന്നെ പ്രവർത്തിക്കണമേ, നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യാസന്ന നിലയിലായിരിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, മരണത്തിലുള്ള വിടുതലും നീക്കുപോക്കും അങ്ങയുടെ കരങ്ങളിലാണ്. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ആ സഹോദരങ്ങളെ സമർപ്പിക്കുകയാണ്. നീ പ്രവർത്തിക്കണമേ. അവിടുത്തെ പുനഃനാമം മഹത്വപ്പെടുവാൻ കൃപയാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അടിയനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലായിക്കൊണ്ട് ഈ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആം. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടി കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടി ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും കൊടുക്കുന്നവരാണ്. എന്നാൽ എന്താണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ദൈവം സൂക്ഷ്മമായിട്ട് അറിയുന്നു എന്നത് മാത്രം ഈ കൊടുക്കുന്നവർ ചിന്തിക്കാറില്ല. See, we are all people who give for God. And if I ask you, are there somebody who is not giving for God? No, everybody gives for God. Nobody can deny that. But very often, those givers, they forget that their giving is being closely watched by the Almighty God. How they give, where they give, why they give, when they give. We give it. With what attitude do we give? That's very important. Many people give to keep the social status. Yes, if somebody has sponsored 1,000 booklets of the Bible, I also should, because he has sponsored, I also should sponsor 1,000. It's not that I should do as much as I can, but what others did, I should do. That's it. You know, giving is very important. Giving is closely watched by God. It's not the money alone that matters. Whatever we give for God, our time and anything material, our work, our capacities, capabilities, when we share it for God, when we put it forth for the work of the Almighty God, for the glory of His kingdom, then that is also giving. When I talk about giving, it's not simply the money that is involved. No. In cash or kind or in works, giving is closely watched by God. നാം ഈ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ
നാം ചിന്തിക്കുന്നത് നമ്മുടെ മുമ്പിൽ പാത്രങ്ങളുമായിട്ട് സ്തോത്ര കാഴ്ചയ്ക്ക് വരുന്ന കാഴ്ചയാണ്. അനേക ശുശ്രൂഷകളിൽ അതൊരു സഞ്ചിയായിട്ടാണ് ഇടുന്നത്. കാരണം ഇടുന്നതാരും കാണിക്കില്ല. ചിലയിടത്ത് അത് വെറും പാത്രമാണ്. അപ്പോൾ ആരെന്തിട്ടാലും പെട്ടെന്ന് പെടാന്ന് കാണും. അപ്പോൾ ചിലർ തന്ത്രപൂർവ്വം അത് കാണാതിരിക്കാനായിട്ട് സഞ്ചിയായിട്ടാണ് വരുന്നത്. അപ്പം കൈ അതിനകത്ത് ഇട്ടാൽ ആരാ എന്തായിട്ടെന്ന് കാണുകയില്ല. അപ്പോൾ ആ കൊടുക്കുന്ന പൂച്ച നാണയങ്ങളെക്കുറിച്ചല്ല, നാം ദൈവത്തിന് എന്ത് കൊടുത്താലും അത് പണം കൊണ്ട് മാത്രമല്ല. നമുക്ക് ദൈവം തരുന്ന ആരോഗ്യം കൊണ്ട്, നമുക്ക് ദൈവം തരുന്ന സമയം കൊണ്ട്, നമുക്ക് ദൈവം നൽകുന്ന നാനാവിധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവനാമത്തിൽ നാം കൊടുക്കുമ്പോൾ സ്വർഗം അത് രേഖപ്പെടുത്തുന്നു. ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എന്ത് കൊടുത്തു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവമക്കൾ കൊടുക്കുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ധാരണമാണ്. കാരണം പരിശുദ്ധാത്മാവ് സ്നേഹമാണ്, കരുതലിൻ്റെ ആത്മാവാണ്. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിന് ഒരു മടിയുമില്ല. അത് എൻ്റെ അനുഭവമാണ് ഈ ശുശ്രൂഷയിൽ. അവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ, പക്ഷേ അവർക്ക് കൊടുത്താൽ ഒരിക്കലും മടുപ്പ് വരികയില്ല. You see, those who are led by the Holy Spirit truly, they will never be fed up of giving. There is no grumbling in giving. And they want to give more and more. You know why? The more they give, the more they get. But that can be experienced only when you give. Many others, what they think is that, let God give, I will give. No, God does not want your bargain that way. God gives when you give. He knows how you care for him. So he will provide more for you. നാം ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം തൽപരരായി തീരുമ്പോൾ, നാം ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തൽപരരായി തീരുമ്പോൾ, ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി നാം കരുതുന്നവരായി തീരുമ്പോൾ, അവൻ നമ്മളെ കരുതും. അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അത് പണം കൊണ്ട് മാത്രമല്ല. ഞാൻ റഷ്യയിൽ നടന്നൊരു സംഭവം ഓർക്കുകയാണ്. അവിടെ ഐസ് നിറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ശൈത്യകാലമാണ്. അവിടെ ഒരു വലിയ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. വളരെ ശൈത്യമാണ്. അപ്പോൾ ഒരു പഴയ വൂളൻ ജാക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. I remember a real story that happened. This happened in one of the castles in Russia. There was a watchman, and it was snowing. And these poor men, they don't have that much of a facility to give them a big protection. A small cabin, and they are outside. And he had all that he had was a old woolen coat. He was wearing that, and it was snowing. He was waiting. And then he saw a poor man approaching him. He was shivering. He wanted to help him, but he didn't have any money to give. ഒരു സാധു മനുഷ്യൻ, പ്രായം ചെന്ന മനുഷ്യൻ, വിറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലൂടെ കടന്നു വന്നു. സഹായിക്കാൻ മനസ്സുണ്ട്, പക്ഷെ സഹായിക്കാൻ കയ്യിലൊന്നുമില്ല. ഇവനൊരു ദരിദ്രനാണ്. അതിഭയങ്കര ശൈത്യമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ കോട്ട് എടുത്ത് കൊടുത്താൽ ഇദ്ദേഹവും ആ തണുപ്പത്ത് അവിടെ ഇരുന്ന് വിറങ്ങലിച്ച് മരിച്ചു പോകും. ആ കോട്ട് രണ്ടായിട്ട് പകുത്തു. ഒരു പകുതി കൊണ്ട് ആ വൃദ്ധൻ്റെ മേലിട്ട് അദ്ദേഹത്തെ പുതച്ചു. He cut his coat into two and he wrapped that poor old man. And the old man said, "Thank you." And he went away. That night, this watchman had a dream. Jesus standing beside him with the half coat which he had given. Jesus was wearing that half coat which he had shared with that old man. You see, whenever we give, it's not the money that matters. ആ രാത്രിയിൽ അവനൊരു ദർശനം കാണുകയാണ്. യേശു ക്രിസ്തു അവൻ്റെ ആ ഇടുങ്ങിയ മുറിയിലേക്ക് കടന്നു വരികയാണ്. താൻ നേർപകുതിയായിട്ട് മുറിച്ചു കൊടുത്ത് താൻ ആ ശൈത്യം അനുഭവിക്കുമ്പോൾ തന്നെ ആ പകുതിയുള്ള കോട്ടുമായിട്ട് കർത്താവ് പകുതി കൊണ്ടിട്ടോട്ട് അവിടെ വന്നിരിക്കുന്നത്, എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. നടന്ന സംഭവമാണ്.
നാം കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് സമ്പൽ സമൃദ്ധിയായിട്ട് കിട്ടുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് വെറും നക്കാപ്പിച്ച കൊടുക്കുന്നത്, ഭിക്ഷ കൊടുക്കുന്ന പോലെ ഓരോരുത്തരെ കൊടുക്കുക. ആ രീതി മാറണം. കൊടുക്കും തോറും ഏറിടും. അത് അനുഭവിച്ചറിയണം പ്രിയമുള്ളവർ, അനുഭവിച്ചറിയണം. അതെങ്ങനെ കൊടുക്കുന്നു എന്ന് കർത്താവ് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു കൂട്ടത്തിൽ ഒരു കുടുംബം ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ആദിമസഭയിൽ ഇപ്രകാരം ദൈവത്തിന് കൊടുക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ആദിമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച സഭയോട് ചേർന്ന വിശ്വാസികളെ യഹൂദ സഭ വളരെയധികം പീഡിപ്പിച്ചിരുന്നു. അന്നത്തെ യഹൂദ സമൂഹം എന്ന് പറയുന്നത് യഹൂദ സഭയാൽ ഭരിക്കപ്പെട്ടിരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവരെ എല്ലാ രീതിയിലും പീഡിപ്പിച്ചവർക്ക് ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത അവസ്ഥയിലാക്കിയിരുന്ന സ്ഥാനമാണ്. നാം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല. സകലതും അവർ പൊതുവായി കരുതി. അതെല്ലാം എൻ്റെ സ്വന്തമാണ്, എൻ്റെ വസ്തുവാണെന്നല്ല കരുതിയില്ല, എല്ലാം പൊതുവാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സുള്ളവരായിരുന്നു. അവർക്കുള്ളതെല്ലാം വിറ്റ് പൊതുവായിട്ട് സ്വരൂപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമൂഹമായിരുന്നു അത്. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ കൊണ്ടുവച്ചു. ആർക്കും സ്വന്തമായിട്ട് ഒരു സമ്പാദ്യവുമില്ല. നിലങ്ങളും അതോടൊപ്പം വീടുകളൊക്കെ വിറ്റ് എല്ലാം അപ്പോസ്തലന്മാരുടെ പാദത്തിൽ കൊണ്ടുവരും. അവരത് വീതിച്ചു കൊടുക്കും ആവശ്യമായിട്ടിരിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള അതേ ഒരു അവസ്ഥയിലാണ് അവർ മുൻപോട്ട് പോയത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സമൂഹം. We find that community was a spirit-filled community. They were anointed by the Holy Spirit. And they never considered anything their own. Whatever possessions they had, they sold it and brought the proceeds they presented it at the feet of the apostles. And they divided it among the people as per their needs. So really you find a big mark of socialism there in the early church. Nobody bothered about their own riches. They sold everything and presented everything at the feet of the disciples, apostles, for the work of the church, because there were so many who are poor, who have been plundered, who have been tortured, who could not go forward. And we find that this money was shared for the needs of the people who had embraced Christianity and were persecuted. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് നിമിത്തം, സ്നാനപ്പെട്ട് ക്രൈസ്തവ സഭയോട് ചേർന്നത് നിമിത്തം നാം കാണുന്നത് അവരെ പരിപോഷിപ്പിക്കുവാനും അവരെ പരിരക്ഷിക്കുവാനുമായിട്ട് വിശ്വാസികൾ എല്ലാം മറന്ന് ഒരേ ഹൃദയത്തോടെ പ്രവർത്തിക്കുന്നതാണ്. ഇങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു കുടുംബത്തെപ്പറ്റി പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷനും തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അനന്യാസും സഫീറയും. എല്ലാവരും അവർക്കുള്ള സകലതും വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ ഇവർക്കുള്ള വസ്തുവകളിൽ ഒരു നിലം വിറ്റു. എന്നിട്ട് ആ ഒരു നിലം വിറ്റ ശേഷം എന്താണ് അവർ ചെയ്തത്?
രണ്ടാമത്തെ വാക്യത്തിൽ ഭാര്യയുടെ ഭാര്യയുടെ അറിവോടുകൂടി വിലയിൽ കുറച്ചെടുത്തു വച്ച ശേഷം ഒരു ഭാഗം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതെ, അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആലോചിച്ചു. വിറ്റത് ഒരു നിലമാണ്, എല്ലാ നിലങ്ങളുമല്ല. എന്നാൽ ആ വിറ്റതിൻ്റേതായിട്ടുള്ള ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചു. കാരണം അവർക്കൊരു സുരക്ഷിതത്വം വേണം. എല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുത്താൽ എങ്ങനെയാണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് വിപരീതമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്, വ്യാജമാണ്. അപ്പോൾ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് അവരുടെ മുഴുവൻ വിറ്റു എന്നുള്ള ഭാവത്തിൽ അവർ അത് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ കൊണ്ടുവെക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. തങ്ങൾക്ക് ഉള്ളതെല്ലാം വിറ്റു എന്ന ഭാവത്തിൽ അവർ ചെല്ലുകയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ആ വലിയ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കുന്നത്. ഞാൻ വഞ്ചനയെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ വഞ്ചിക്കുകയാണ്, ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ആരും അവരോട് വിറ്റ കാശ് മുഴുവൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ അത് വിറ്റത് മുഴുവനാണ് എന്നുള്ള ഭാവത്തിൽ അവർ അത് പത്രോസിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അനന്യാസ് പോവുകയാണ്, ചെന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പോൾ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കതിനുവണ്ണം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത് സാത്താനാണ്. ദൈവത്തിനു വേണ്ടി കൊടുക്കുവാനുള്ള തീരുമാനത്തെ തകർത്തത് സാത്താനാണ്. ഇവർ വാസ്തവത്തിൽ നിലം വിറ്റത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനാണ്. എന്നാൽ സാത്താനാണ് അതിന് വിഘാതമുണ്ടാക്കുന്നത്. ദൈവത്തിനു വേണ്ടി പലപ്പോഴും നാം പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നാം കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ അതിനൊരു തടസ്സം സൃഷ്ടിച്ച് കൊടുക്കുവാനുള്ളത് കൊടുപ്പിക്കാതിരിക്കുന്നത് സാത്താനാണ്. ഇവിടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. രണ്ടു പേരിലും സാത്താൻ പ്രവർത്തിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പിക്കാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണമാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. അവർ വിചാരിച്ചു അവരൊരു സമ്പാദ്യമാണ് സൂക്ഷിക്കുന്നതെന്ന്. സമ്പാദ്യമല്ല. പത്രോസിയായെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു, പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സാത്താൻ നിന്റെ ഹൃദയം കൈവശപ്പെടുത്തി എന്താണെന്നാണ് പത്രോസിയ ചോദിക്കുന്നത്. എന്നിട്ട് 4-ാം വാക്യത്തിൽ അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതായിരുന്നു, വിറ്റ ശേഷവും അതിന്റെ ശേഷവും നിന്റെ കൈവശം തന്നെ അല്ലായിരുന്നു, അതിന്റെ പണം നിന്റെ കൈവശം തന്നെ അല്ലായിരുന്നു. പിന്നെ ഈ കാര്യം ചെയ്യുവാൻ നീ ഹൃദയത്തിൽ ചിന്തിച്ചതെന്തിന്? മനുഷ്യരോടല്ല ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിന്റെ വകയായി, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇത് കൊടുക്കുവാൻ ആരും നിന്നോട് പറഞ്ഞില്ല, ദൈവം നിന്നോട് വിളിച്ച് പറഞ്ഞില്ല ഇതിവിടെ കൊണ്ടുവരുവാനായിട്ട്. നീ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനാണ്. അപ്പോൾ നീ പൂർണ്ണ മനസ്സോടെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ നീ പൂർണ്ണ മനസ്സോടെ ആരംഭിച്ചു, എന്നാൽ അവസാനിപ്പിച്ചത് ആ പൂർണ്ണ മനസ്സോടെ അല്ല. സാത്താൻ നിൻ്റെ ഹൃദയത്തെ കവർന്നു. അങ്ങനെ നീ കുറച്ചെടുത്ത് മാറ്റിവെച്ചു. ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് അതേ ദൈവഭക്തനെന്നുള്ള വ്യാജേനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമൂഹത്തിൽ ഇവൻ വന്ന് പത്രോസിൻ്റെ കാൽക്കൽ ആ തുക വെക്കുകയാണ്. അപ്പോൾ പത്രോസ് അവരോട് പറയുന്നത് ഈ മനുഷ്യരോടല്ല വ്യാജം കാണിച്ചത്, ദൈവത്തോടാണ്. പലപ്പോഴും നാം നേർച്ചകൾ നൽകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുമ്പോൾ നാം കൊടുക്കുമ്പോൾ നാം വിചാരിക്കുന്ന ഒരാളിനെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, ആരെന്ത് ചെയ്തിരുന്നാലും അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അതിൽ പൂർണ്ണത ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും കൊടുക്കുകയല്ല. പിന്നെയോ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായിട്ടുള്ള കഴിവെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് ദൈവത്തിൽ പ്രസാദകരമായി തീരുന്നത്. അപ്രകാരം പത്രോസ്ലീഹ പറയുകയാണ്, നീ മനുഷ്യനോടല്ല ദൈവത്തോട് അത്രേ വ്യായം കാണിച്ചത്. എന്താ സംഭവിച്ചത്? ഈ വാക്ക് കേട്ടപ്പോൾ അനന്യാസ് നിലത്ത് വീണു മരിച്ചു. ഇത് കേട്ടവർക്കെല്ലാം വലിയ ഭയമുണ്ടായി.
ഇത് കേട്ടവർക്കെല്ലാം വലിയ ഭയമുണ്ടായി. സാത്താൻ വളരെ വിദഗ്ധനാണ്. ഈ കൊടുക്കാതിരുന്നതിനെക്കുറിച്ച് സാത്താൻ്റെ പ്രവർത്തനമാണെന്ന് അധികം ആരും മനസ്സിലാക്കുന്നില്ല. അവൻ വ്യാജമാണ്, വ്യാജങ്ങളുടെ പിതാവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകയായിരുന്നു. അവനിൽ സത്യമില്ലാത്തത് കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ വ്യാജം സംസാരിക്കുന്നു. അവൻ സ്വയത്തിൽ നിന്ന് സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും അതിന്റെ പിതാവുമാണ്. ഇതാ സാത്താൻ. അവൻ വ്യാജം പറയുന്നവനാണ്, സത്യം സംസാരിക്കുന്നില്ല. ഇവിടെ അനന്യാസ് സത്യം സംസാരിക്കുന്നില്ല, അവൻ വ്യാജം പറയുന്നവനാണ്. വ്യാജമാ പറയുന്നത് പത്രോസ്ലിഹായുടെ മുൻപിൽ. ഇവൻ വ്യാജങ്ങളുടെ പിതാവാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഇവനെ വളരെ സൂക്ഷിക്കണം. അഭ്യുതകാംക്ഷിയായിട്ട് കടന്നു വരും. എന്തുകൊണ്ടാണ് അനന്യാസ് ഈ തുക മാറ്റിവെച്ചത്? അത് നാം ചിന്തിക്കണം. അനന്യാസിന് അവൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു. ആ ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന പിശാചാണ്. ഇതെല്ലാം കൊണ്ടൊന്ന് അപ്പോസ്തലൻ്റെ വാതൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ ഇവിടുന്ന് അങ്ങ് പോകും, എല്ലാം തീർന്നു പോകും. പിന്നീട് ഇത് നിനക്കൊരാവശ്യത്തിനായിട്ട് ഉപകരിക്കുവാൻ സാധ്യമല്ല, കയ്യിലുള്ളതെല്ലാം കൊടുത്താൽ. അതുകൊണ്ട് നിൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, നിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം മാറ്റിവെച്ചേക്കാം. ആരും അറിയത്തില്ല. കാരണം നിലം കൊടുത്തത് നീയാണ്, നീയും അത് വാങ്ങിയ ആൾ മാത്രമേ എൻ്റെ തുക അറിയത്തുള്ളൂ. ഇതിൻ്റെ ഭാര്യയും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളല്ലാതെ മറ്റുള്ളത് അറിയുകയില്ല. അതുകൊണ്ട് കുറച്ചെടുത്തൊക്കെ മാറ്റി വെച്ചേക്കാം. ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷിതത്വത്തിനാണ്, ഉറപ്പിനാണ്. അതെ, അവൻ അനേകരെ ചതിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് പലരും ചിന്ത ആരംഭിക്കും. പക്ഷേങ്കിൽ പിശാച് വലിയ ആവശ്യങ്ങളാണ്, ലൗകികമായ ആവശ്യങ്ങളാണ് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇവിടെ അപ്പോസ്തലിക പിതാക്കന്മാരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമൂഹത്തിലെ അനേക സഹോദരങ്ങൾ അവരുടെ വീടും നിലങ്ങളും വിറ്റ് പണം കൊണ്ടുവന്ന് പാദത്തിൽ വെച്ചപ്പോൾ ആ പ്രേരണയിൽ പരിശുദ്ധാത്മ നിറവിൽ അനന്യാസം പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേങ്കിൽ അവനത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പിശാച് അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. ഒരു ഭാഗമെടുത്ത് മാറ്റിവെച്ചിട്ട് ഒരു ഭാഗവുമായിട്ട് പത്രോസിൻ്റെ അടുക്കൽ ചെന്നു. അവൻ വിചാരിച്ചു പത്രോസിന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ലെന്ന്. അവൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണെന്നും അവൻ്റേതായിട്ടുള്ള കാഴ്ച സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നും അവൻ മനസ്സിലാക്കിയില്ല. അവൻ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസൻ്റെ മുൻപിലാണെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിന് നേരെയുള്ള പ്രവർത്തനമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ, ആരെങ്കിലും മനുഷ്യപുത്രനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെയാണ് വ്യാജം പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കപ്പെടാത്ത പാവമാണ്. അതാണ് അവനവിടെ വീണ് മരിക്കുന്നത്. അല്പം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും അവിടേക്ക് വന്നു. ഈ വാക്ക് പത്രോസ് പറയുമ്പോൾ അവൻ വീണ് മരിച്ചു. അവനെ കൊണ്ടുപോയി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സഫീരയും അവിടെ വന്നു. 7-ാം വാക്യം വായിക്കുമ്പോൾ, ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. കാര്യങ്ങളെല്ലാം വളരെ വിശുദ്ധിയോടെ, വളരെ പക്വതയോടെ ഭാര്യ വരികയാണ്. സംഭവിച്ചൊന്നും അറിയില്ല. എന്താ സംഭവിച്ചത്? പത്രോസ് അവളോട് ഈ വിലക്കാണോ നിങ്ങൾ നിലം വിറ്റത് എന്ന് ചോദിച്ചു. അതെ, ഈ വിലക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്തിന്? ഇതാ നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതിൽക്കലുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവളും അവിടെ വീണ് മരിക്കുകയാണ്. സമാനമായ ഒരു സംഭവം തിരുവചനത്തിൽ കാണുവാൻ കഴിയുകയില്ല. ഒരു മുന്നറിയിപ്പ്, വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പ്
പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതേ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പാണ്. എങ്ങനെയാണ് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് ആരംഭിച്ച് പിശാച് തകർത്ത് കളയുന്ന അവസ്ഥ എന്താണ്? മുന്നറിയിപ്പ് നൽകുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനതാണ് ആദ്യമേ തന്നെ പറഞ്ഞത്. നമ്മൾ എന്ത് കൊടുക്കുന്നുവെന്നും എങ്ങനെ കൊടുക്കുന്നുവെന്നും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കാഴ്ചയുമായിട്ട് വരുന്നത്. പലപ്പോഴും നാം അത് ചിന്തിക്കാറില്ല. അതേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കുന്നവർക്ക് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശിഷ്യന്മാരെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യന്മാരുടെ നേതാക്കന്മാർക്കല്ല, അപ്പോസ്തലന്മാർക്കല്ല, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന എളിയവനായ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം എന്ന് പറയുമ്പോൾ അന്ന് അതിൻ്റേതായിട്ടുള്ള വിലയെന്ന് പറയുന്നത് അത് കിണറ്റിൽ നിന്ന് കോരി വീട്ടിൽ സംഭരിക്കുന്ന ആ അവസ്ഥ മാത്രം. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെ മറ്റൊന്നും കൊടുത്തില്ലെങ്കിലും സൗജന്യമായിട്ട് ലഭിക്കുന്ന ആ പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, അതിലുപരിയായി കൊടുക്കുന്നവർക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. പച്ചവെള്ളത്തിൽ നിന്ന് ആരംഭിച്ച് അത് കൊടുക്കുന്നതനുസരിച്ച്, കൊടുക്കുന്ന രീതി അനുസരിച്ച്, കൊടുക്കുന്നത് എന്താണെന്നനുസരിച്ച് കർത്താവിൽ നിന്നുള്ള പ്രതിഫലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനുള്ള പ്രത്യേകത. ദൈവത്തിന് വേണ്ടി നാം എന്തു കൊടുത്തിരുന്നാലും ദൈവം നമുക്ക് നൽകുന്നത് അതേ അളവിലല്ല, അതിലും അനേക മടങ്ങ് വലിയ അളവിൽ മേന്മയേറിയത്, നന്മയേറിയത് നമുക്ക് അവൻ നിറപടിയായിട്ട് മടക്കിത്തരും. പക്ഷേ അത് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് ആർക്കാണ്? അപ്രകാരം ദൈവത്തിനു വേണ്ടി കണ്ണുമടച്ചു കൊടുക്കുന്നവർക്ക്. എന്ത് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് കൊടുക്കുന്നതല്ല. നിങ്ങളിൽ അതേ എൻ്റെ ശിഷ്യനെന്ന് വെച്ച് ചെറിയവല്ലൊരുവൻ, അവനൊരു വഴിപോക്കനായിരിക്കാം, പിന്നെ അവനെ ഒരിക്കലും കാണാൻ കിട്ടുകയില്ല. എന്നാൽ അവൻ നടന്ന് ദാഹിച്ചു വലഞ്ഞു വരുമ്പോൾ അന്നത്തെ കാലത്ത് യാതൊരു വിധത്തിലുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അവനിവിടെ വന്ന് ആ വഴി പോക്കുന്നത് കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വർഗം അത് രേഖപ്പെടുത്തുകയാണ്. പച്ചവെള്ളം എങ്കിലും അതിലുപരിയായി കൊടുത്തു കഴിഞ്ഞാൽ, അതെ, പച്ചവെള്ളത്തിന് പകരം ഒരു ചായ കൊടുത്താൽ അതിൻ്റേത് അതല്ല. ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചസമയത്ത് ആഹാരം കൊടുത്താൽ അങ്ങനെ, അത് നമ്മൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് നമ്മുടെ പ്രതിഫലം കിട്ടാതെ പോവുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. പലപ്പോഴും നാം അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടേതായിട്ടുള്ള ചിന്താമണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഹതഭാഗ്യരായിട്ട്, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവരായിട്ട്, കർത്താവിൻ്റെ വേലക്കാരായിട്ട് ഇറങ്ങി തിരിച്ച് പ്രയാസപ്പെടുന്നവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഉപവസിക്കുന്നവരാണ്, കഠിനോപവാസം എടുക്കുന്നവരാണ്. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഷ്ടപ്പെടുന്നവരെ, നഷ്ടപ്പെടുന്നവരെ ഓർക്കുവാൻ നമുക്ക് കഴിയാറില്ല. കർത്താവ് പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അവൻ തീർച്ചയായിട്ടും നോക്കും, ഒരു സംശയവുമില്ല. അവൻ കരങ്ങളുടെ പ്രവൃത്തിയെ തൂക്കി നോക്കും, സംശയമില്ല. നാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അവൻ സൂക്ഷ്മമായിട്ട് നോക്കും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത് ഭണ്ഡാരത്തിൽ മറ്റെല്ലാവരും ഇട്ടതിനേക്കാൾ അധികം ഈ ദരിദ്രയായ വിധവ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
കർത്താവ് ശിഷ്യന്മാരും അതേ സ്ത്രീകളുടേതായുള്ള പ്രാകാരത്തിൽ വരെ ഇരിക്കുകയാണ്. അതിന് മുൻപിൽ 13 പെട്ടികൾ വെച്ചിട്ടുണ്ട്. കോളാമ്പിയുടെ ആകൃതിയിലുള്ള പെട്ടികളാണ്. അതൊക്കെ നേർച്ചപ്പെട്ടികളാണ്. ഓരോ പെട്ടിയും ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്, യെരുശലേം ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചപ്പെട്ടികളാണ്. ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും വിവിധങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൽ നിക്ഷേപിക്കുന്നുണ്ട്. ധനവാന്മാർ വന്നു വളരെയേറെ വാരി ഇട്ടുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഒരു വിധവ വന്നു, നിർധനയാണ്. അവൾ വന്ന് 2 കാശിന് സമമായ തുട്ടതിലിടുകയാണ്. 2 leptons. We find a widow coming, a poor widow. There were many who were pouring out money into those boxes, offertory boxes, placed there for different purposes, corn-shaped. But we find a poor widow coming there. And 2 leptons, that will be between their 2 fingers, so tiny. I have displayed it in the museum of the word in Trivandrum. Nobody can see it. If it is in this between 2 fingers, nobody can see it. But Jesus saw it. It's so tiny, she doesn't want anybody to see it. Probably it was between her fingers. But Jesus saw it. And he told his disciples, see, this poor widow has given more than all these people. Because she has given all what she had. തൻ്റെ ഉപജീവനം മുഴുവൻ അവിടെ അവൾ സമർപ്പിക്കുകയാണ്. അടുത്ത ആഹാരത്തിനുള്ള വക അവളുടെ കയ്യിലില്ല. ആകെയുള്ളത് ഈ 2 കാശാണ്. അത് അവൾ ആ ഭണ്ഡാരപ്പെട്ടിയിലിടുകയാണ്. കർത്താവ് അവളെ കണ്ടു. അവളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് കർത്താവിന് ബോധമുണ്ട്. അതാണ് ശിഷ്യന്മാരെ വിളിച്ച് കാണിച്ചത്. നാം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് കർത്താവിനറിയാം. എന്താണ് കൊടുക്കുന്നതെന്നുള്ളത് കർത്താവിനറിയാം. നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും കർത്താവിനോട് പ്രസംഗിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ഇല്ലായ്മയിൽ, നിൻ്റെ ബുദ്ധിമുട്ടിൽ, നിൻ്റെ കഷ്ടത്തിൽ, നിൻ്റെ നഷ്ടത്തിൽ നീ യേശുവിന് വേണ്ടി കൊടുക്കുമ്പോൾ യേശുവിന് നിൻ്റെ എല്ലാവിധമായിട്ടുള്ള അവസ്ഥയും മനസ്സിലാക്കുവാൻ കഴിയും. നീ എങ്ങനെ കൊടുത്തു എന്നുള്ളത് യേശുവിനറിയാം. നീ കൊടുത്തതിനുപരിയായി നിന്നെ പരിപോഷിപ്പിക്കേണ്ടത് യേശുവിൻ്റെ ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതെ, ഓർത്തഡോക്സ് സഭയുടേതായിട്ടുള്ള ഹുത്തോമാലി പ്രകാരം ഒരു ഗാനമുണ്ട്. നിർധനയാമ വിധവയുടെ ചില്ലിക്കാശിനു തുല്യമതാൽ നിന്തിരു സഭയുടെ സുതരിൽ നിന്നും നീ തിരുബലിയെ കൈക്കൊള്ളുക. നിർധനയാമ വിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ നിന്നും നീ തിരുബലിയെ കൈക്കൊള്ളുക. അവസാനം പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. നിർധനയായിരിക്കുന്ന ആ വിധവ 2 ചില്ലിക്കാശിട്ടപ്പോൾ അതിനെ സ്വീകരിച്ച കർത്താവ് എണ്ണങ്ങൾ അർപ്പിക്കുന്ന ഈ തിരുബലി അതുപോലെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയർ റിക്വസ്റ്റ് പ്രയാസോണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്രയാസങ്ങളുടെ നടുവിൽ, ഇല്ലായ്മകളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മറുപടി നൽകുമെന്നുള്ളൊരു സംശയമില്ല. ബട്ട് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ. ഹി വിൽ ആൻസർ, ഹി വിൽ ഗിവ്. ബട്ട് there's a principle. He would be giving it according to the proportion of your giving. നീ കൊടുക്കുന്നതിന് അനുപാതമായിട്ടാണ് ദൈവം നൽകുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു പറ്റുവാനുള്ള ഏറ്റവും വലിയ കാര്യം ദൈവത്തിന് വേണ്ടി അന്ധമായിട്ട് കൊടുക്കുക. അപ്പോഴാണ് അളന്ന് ഉലുക്കി നല്ല ഒരളവ് അവൻ മടിയിൽ തരുന്നത്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ജനിക്കാൻ പോകുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിയും ബാങ്കിലിടുന്ന അനേക സഹോദരങ്ങളെ എനിക്കറിയാം. കുഞ്ഞ് 1ാം ക്ലാസ്സിലാകുമ്പോഴേ അവൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ഇടുകയാണ് അവരെ പഠിപ്പിക്കാനായിട്ട്. ആർക്കു വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരും? ദൈവത്തിന് വേണ്ടി കില്ലിക്കാശ് കൊടുക്കുകയില്ല. പക്ഷേ കൊച്ചുങ്ങളുടെ പേര് ഡെപ്പോസിറ്റ് ഇടാഞ്ഞതിന് വളരെ വിഷമിക്കുന്ന മാതാപിതാക്കന്മാരോട് എന്നോട് പറയാറുണ്ട്, കുഞ്ഞിന് വേണ്ടി ഒന്നും ഇടാൻ പറ്റിയില്ല. നീ ദൈവത്തിന് കൊടുക്കാതെ, ദൈവത്തിന് വേണ്ടി കരുതാതെ
നിൻ്റെ മക്കളുടെ പേര് ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾ എങ്ങനെ അനുഭവിക്കും? കുഞ്ഞിൻ്റെ ഭാവി ആരുടെ കയ്യിലായിരിക്കുന്നത്? ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ മുട്ടുമ്പോൾ ദൈവം നമുക്കൊന്ന് അനുഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് ദൈവത്തിന് നൽകുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൊടുക്കും തോറും ഏറിടും. അതെ, കൊടുക്കുന്നതോടൊപ്പം വർദ്ധിക്കുന്നതാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മുടെ കഴിവിനപ്പുറമായിട്ട് ആ വിധവയുടെ ചില്ലിക്കാശ് പോലെ ദൈവത്തിൻ്റെ സൗജന്യം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. അനന്യാസിനെയും സഫീറയും പോലെ അല്ല, തങ്ങൾക്ക് തന്നെ കരുതിക്കൊണ്ട് തങ്ങളുടെ ഭാവിക്കൊരു സുരക്ഷിതത്വം അവർ തന്നെ ക്രമീകരിച്ചുകൊണ്ട് മുഖം മൂടിയോടെ, ഭക്തിയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല. അത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുക. ഈ എളിയവരൊരുവന് എൻ്റെ ദാസനെന്ന് വെച്ച് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ, ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഇത് കർത്താവിൻ്റെ ദാസനാണെന്നുള്ള ബോധം വരണം. അവനെ ആ രീതിയിൽ ആദരിക്കുവാൻ കഴിയണം. ഒരു പക്ഷേ നിൻ്റെ സാമൂഹിക സ്റ്റാറ്റസ് അനുസരിച്ച് അതൊന്നും സാധ്യമല്ലായിരിക്കാം, കൊടുക്കുവാൻ കഴിവില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ കരുതുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്. ആ വിധവയെ പോലെ അവർക്കുള്ളത് മുഴുവൻ കൊടുക്കുന്ന ആ വലിയ ചിത്രം, കർത്താവ് അത് കാണുന്ന ചിത്രം. നാം എന്ത് കൊടുത്താലും അതറിയുന്ന കർത്താവ്, എങ്ങനെ കൊടുക്കുന്നു എന്നറിയുന്ന കർത്താവ്, എവിടെ കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഹൃദയം തുറന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം, അനുഗ്രഹങ്ങളുടെ കൂമ്പാരകൾ ഏറ്റുവാങ്ങാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അനന്യസിനെയും സഫീറയും പോലെ സാത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കി അങ്ങേക്ക് തരുന്നതിനെ വിലക്കുവാനോ മുടക്കുവാനോ ഇടയാകാതെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അങ്ങേക്ക് നൽകണമെന്ന് ചിന്തിക്കുമ്പോൾ ഭൗതികമായ അനേക ആവശ്യങ്ങൾ മുന്നിൽ നിരത്തി വെച്ച് അങ്ങേക്ക് നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഈ രാത്രി കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഭക്തിയുടെ ആവരണം ധരിച്ചുകൊണ്ട് കർത്താവെ സാത്താൻ്റെ ആയുധങ്ങളായി തീരുവാനിടയാകട്ടെ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ആ ദരിദ്രരായ വിധവയെ പോലെ അങ്ങേക്ക് വേണ്ടി കരുതുവാൻ തക്കവണ്ണം ഈ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. കൃപയാൽ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആം. പിതാവിന്റെ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സമ്പന്നവും സുവാസവും നാം ഓർത്തുപാലിച്ച എല്ലാ വിഷയങ്ങളും വരെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബിനു ആൻഡ് നിധി, ടൊറന്റോ, കാനഡ.